കുറച്ചും കൂടി ഇലക്ട്രോണൽ സ്ട്രക്ചേഴ്സ് നോക്കാം. ഇനി അടുത്ത നമുക്ക് നമ്മൾ ക്ലോറിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഇച്ചിരി കൂടി ഡിഫറെൻ്റ് ആയിട്ട് വേറെ ഒന്ന് നോക്കാം. F2. ഇത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, F2 ട്രൈ ചെയ്ത് നോക്കാം. F2 അറ്റോമിക് നമ്പർ 9 ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് വേറെ ഒന്നും ചെയ്യാം. N2 ചെയ്യാം. ഫോർമേഷൻ ഓഫ് N2 മോളിക്യൂൾ. അപ്പം നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഓക്കെ, എത്ര നൈട്രജൻ ഉണ്ട്? 2 എണ്ണം. N അല്ലേ, N2 എന്നല്ലേ, അപ്പോൾ 2 N ഇട്ട്. ഇനി അറ്റോമിക് നമ്പർ എന്താ? 7 അല്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? ഫസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം, അടുത്ത ഷെല്ലിൽ എത്ര എണ്ണം വരും? 5 എണ്ണം അല്ലേ. 2 5. ലാസ്റ്റ് ഷെല്ലിൽ എന്താ വന്നിരിക്കുന്നത്? 5 അല്ലേ, അപ്പം നമ്മൾ 5 എണ്ണമാണ് ഇതിന് ചുറ്റിനും ഇട്ട് കൊടുക്കേണ്ടത്. 1 2 3 4 5. ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും ഇടണത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് എത്ര എണ്ണം വേണം? 3 എണ്ണം കൂടി വേണം, ശരിയല്ലേ? ഇയാൾക്ക് 3 എണ്ണം കൂടി വേണം, അതുപോലെ തന്നെ ഇയാൾക്ക് 3 എണ്ണം കൂടി വേണം. പക്ഷെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഷെയർ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ എങ്ങനെ വരക്കും? ഇങ്ങനെയല്ല വട്ടിട്ട് ഇനി ഒരെണ്ണമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ വരക്കണം. ഡിഫറെൻ്റ് ആയിട്ട് വേണം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എങ്ങനെ കൊടുക്കണം? 1 2 3 4 5. 1 2 3 4 5. ഇങ്ങനെ ഇടുമ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അതിനെ ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ഈ നൈട്രജന് എത്ര എണ്ണം കൂടി വേണം? 3 എണ്ണം കൂടി വേണം അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 3 എണ്ണം മേടിക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ നൈട്രജന് എത്ര എണ്ണം കൂടി വേണം? 5 എണ്ണം ഉണ്ട്, പക്ഷേ ഇനി എത്ര എണ്ണം കൂടി വേണം? 3 എണ്ണം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാം, കണ്ട. അപ്പം നോക്കിക്കേ, ഇവിടെ എത്ര പേരുണ്ട്? 1 2 3 അല്ലേ. അപ്പം ഇവരുടെ ബോണ്ട് എന്തായിരിക്കും? N 1 2 3 N. ട്രിപ്പിൾ ബോണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അപ്പം നമ്മൾ ബോണ്ടിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബോണ്ടും ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ O2 ചെയ്ത് നോക്കാം. O2 ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാം. NH3. ഇപ്പം ഇത്രയും നമ്മൾ പഠിച്ചുകൊണ്ട് വെച്ചാൽ എങ്ങനെയാണ്? ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, അങ്ങനെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഡിഫറൻസ് ഉണ്ട്. NH3 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? N ഉണ്ട്, H ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുക. Nൻ്റെ എന്താ? നൈട്രജൻ്റെ എന്ന് പറയുമ്പോൾ എത്രയാണ്? നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. H എന്ന് പറയുമ്പോൾ എന്താ? ഹൈഡ്രജൻ, അതിൻ്റെ അറ്റോമിക് നമ്പർ എന്താ? 1. പിന്നെ നമ്മൾ ഇതിന് രണ്ടിൻ്റെ ബാലൻസ് ഷെല്ല് അത് എഴുതണം. അപ്പോൾ നൈട്രജൻ്റെ എങ്ങനെ വരും? 2 5. ഹൈഡ്രജൻ്റെ എങ്ങനെയാണ്? അതിനൊന്നുമില്ല, ആകെ ഒരെണ്ണമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരെണ്ണം. ഓക്കെ, ഇനി ഇപ്പം ഇതിനകത്ത് നോക്കിയേ, N ആകെ ഒരെണ്ണവും H എത്ര ഉണ്ട്? 3 എണ്ണവും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരെണ്ണമുള്ള ആളെ നടുക്ക് എഴുതുക, എന്നിട്ട് മറ്റേ ആളെ ഇതിന് ചുറ്റിനും എഴുതുക. NH3 എന്നല്ലേ പറഞ്ഞത്, 3 എണ്ണം എഴുതി. ഇനി നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. Hന് എത്ര എണ്ണം ഉണ്ട്? ആകെ ഒരെണ്ണം ഉള്ളൂ, ശരിയല്ലേ. അപ്പോൾ ഓരോ Hനും ഓരോന്ന് വെച്ചിടുക. ഓക്കെ, എല്ലാ Hനും സെയിം തന്നെ ഇരിക്കുമല്ലോ, ബാലൻസ് ഷെല്ല് ഒന്ന് തന്നെയല്ലേ. ഇനി Nൻ്റെ എഴുതാം. Nൻ്റെ പുറത്ത് തന്നെ ഉണ്ട് ബാലൻസ് ഷെല്ലിൽ 5 എണ്ണമാണ്. അപ്പോൾ നമ്മൾ 5 എണ്ണം ഇട്ട് കൊടുക്കാം. എങ്ങനെ ഇടേണ്ടത്? 1 2 3 4 5. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്? എന്നാലേ എനിക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഷെല്ല് ഷെയർ ചെയ്യണമല്ല, മറ്റേ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യണ്ടേ. നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഹൈഡ്രജന് ഒരെണ്ണമല്ലേ ഉള്ളൂ. ഹൈഡ്രജന് മൊത്തത്തിൽ എത്ര എണ്ണം വേണം കംപ്ലീറ്റ് ആവാൻ? 2 എണ്ണം വേണം. അപ്പോൾ അതാ ഇതിന് 2 എണ്ണം, ഇതിന് 2 എണ്ണം, ഇതിന് 2 എണ്ണം. ഇങ്ങനെ നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ Nൻ്റെ ചുറ്റിനും നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങനെ എഴുതിയേക്കണത്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് Nൻ്റെ കംപ്ലീറ്റ് ആക്കാം. Hൻ്റെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കി അല്ലേ. Hൻ്റെ എടുക്കാനുള്ള സുഖത്തിന് വേണ്ടി നമ്മൾ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ Nൻ്റെ ചുറ്റിനും ഇട്ടേക്കണത്. ഇനി നമുക്ക് Nനെ എടുക്കാം. Nൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ആക്കാം. Nൻ്റെ മൊത്തം ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം കൂടി വേണം? 3 എണ്ണം. അപ്പോൾ N എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ കട കൊടുക്കും, ഇങ്ങനെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ബോണ്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എഴുതാം NH. ഫസ്റ്റ് ഈ Nനും ഈ Hനും തമ്മിൽ എത്ര ഉണ്ട്? ഒരെണ്ണം, ഒരു ബോണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ബോണ്ട്, ഇവിടെയും ഒരു ബോണ്ട് അല്ലേ. ഈ ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് എഴുതുന്നത്. ഓക്കെ.